ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ കൂണ്. കൂണ് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യുന്ന ഒരു മെത്തേഡാണ് പെല്ലറ്റ് ഉപയോഗിച്ചുള്ളത്. ബാക്കി എല്ലാ രീതിയിൽ നിന്നും ഏറ്റവും എളുപ്പമാണ് പെല്ലറ്റ് ഉപയോഗിച്ചുള്ള കൂൺ കൃഷി. അതിന് വേണ്ടത് നല്ല ബ്രാൻഡഡായ ഒരു പെല്ലറ്റാണ്. അത് നമുക്ക് 1 കിലോ പാക്കറ്റായിട്ട് PP കവറിൽ മാറ്റിയെടുക്കണം. അത് കൃത്യമായി തൂക്കി തന്നെ 1 കിലോ വെച്ച് നമ്മൾക്കിത് നിറയ്ക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന പ്രതലവും ആ സ്ഥലങ്ങളെല്ലാം അണുനാശനം വരുത്തിയിരിക്കണം. അതിൻ്റെ ഡെറ്റോളോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് തുടച്ച് പൊടിയും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് കൂണിൻ്റെ കൃഷി ചെയ്ത് തുടങ്ങാവൂ. ഇത് കണക്ക് 1 കിലോ ആക്കി കൃത്യം തൂക്കി മാറ്റി വയ്ക്കാം. ഏകദേശം 25 കിലോയുടെ ചാക്കായിരിക്കും വരുന്നത്. നമുക്ക് 25 പാക്കറ്റ് ഇതിനൊക്കെ നിറച്ച് വയ്ക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തറയെല്ലാം നല്ല ഇത് ഡെറ്റോൾ ഉപയോഗിച്ച് 3-4 വട്ടം തുടച്ചൊരു തറയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴും അതിനൊക്കെ നല്ല വൃത്തിയുള്ള പ്രതലത്തിൽ മാത്രമേ ഇതിൻ്റെ പാക്കറ്റും കാര്യങ്ങളെല്ലാം വയ്ക്കാവൂ. ഇല്ലെങ്കിൽ അത് പിന്നീട് നമുക്കത് ദോഷകരമായിട്ട് മാറും. ഇതിനൊക്കെ ഇതിപ്പം കൃത്യമായിട്ട് 25 പാക്കറ്റ് ഓരോ കിലോ വെച്ച് തൂക്കി എടുത്തു വെച്ചേക്കുന്നതാണ്. പിന്നീട് വേണ്ടത് ഇതിലോട്ട് വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ്. അത് നമുക്ക് വീട്ടിലെ സാധാ വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് 1.5 ലിറ്റർ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ മൊത്തത്തിൽ അതും 3 കിലോളം അപ്പോൾ ഒരു ബാഗിന് വെയിറ്റ് വരും. നല്ല രീതിയിൽ വെട്ടിത്തിളച്ച വെള്ളം വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ചെറു ചൂടിലൊന്നും പോരാ, നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം വേണം 1.5 ലിറ്റർ വെച്ച് ഓരോ കവർ ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ അണുനശീകരണവും മാത്രമല്ല പെല്ലറ്റ് പിന്നീട് അതൊന്ന് കുതിർന്ന് അത് നല്ല രീതിയിൽ വികസിച്ച് വരും. ഇതൊക്കെ നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 6-8 മണിക്കൂർ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളുടെ ഈ പെല്ലറ്റ് തണുത്തതിന് ശേഷം മാത്രമാണ് പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്കിത് റെഡിയാക്കി കിട്ടും. നല്ല രീതിയിൽ തണുത്ത് ഇത് നല്ല രീതിയിൽ വെള്ളമൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കും. പിന്നീട് നമ്മളിതിപ്പോൾ ആദ്യം ഇരിക്കുന്നത് ഇതിനൊക്കെ കട്ടിയായിരുന്നെങ്കിൽ ഈ തിളച്ച വെള്ളം ഒഴിച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ ലൂസാവും. എന്നിട്ട് നമ്മളത് കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉടച്ചെടുക്കണം. അപ്പോഴത്തേനും അത് ഇച്ചിരി കൂടെ ഒരു സൈസ് കൂടും. ആദ്യം ഇത് വളരെ ചെറുതായിട്ടിരിക്കും. വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേന് ഇതിന് അല്പം കൂടെ സൈസ് കൂടുതലായിട്ട് വരും. എന്നിട്ട് വേണം നമ്മൾ ഇതിലോട്ട് വിത്തിട്ട് കൊടുക്കാൻ. ഞാനിത് നിങ്ങളെ കാണിച്ചത്. ഇതിനകത്ത് നമ്മൾ 1.5 ലിറ്റർ വെള്ളം ഇപ്പോൾ ഇത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഇതിനകത്ത് ഒന്ന് മടക്കി തലരിച്ച് വെക്കണം. അപ്പോഴത്തെ അടിഭാഗത്തും അതിനകത്ത് ചൂട് വയ്ക്കുക. അതിനകത്ത് തന്നെ ആ ചൂട് കുറച്ച് നേരം കൂടെ ഈ കവറിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ അകത്ത് എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ ഇതൊരു കാരണമാകും. ആ നീരാവിയായിട്ട് അതിലിങ്ങനെ പറ്റി ഇരിക്കും. ആദ്യം ഇങ്ങനെ ചരിച്ച് വയ്ക്കുമ്പോൾ വെള്ളം പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ അത് നിനക്ക് നൂത്ത് വെച്ചാൽ മതി. അപ്പോഴത്തേനെ അതിൻ്റെ അകത്തുള്ള പെല്ലറ്റ് ഇത് നമുക്ക് വെള്ളം നല്ലവണ്ണം കുടിക്കും. പിന്നീട് അത് ചരിച്ച് വെച്ചാൽ വെള്ളം വെളിയിലോട്ട് പോവില്ല. ഇത് കണക്ക് വേണം മടക്കി തിരിച്ച് വയ്ക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് വൈകുന്നേരമാണ് ചെയ്തത്. പിറ്റേ രാവിലെയാണ് ഞാൻ പിന്നീട് അത് എടുത്ത് അത് ലൂസാക്കി എടുത്തത്. ഞങ്ങൾ അതും കാണിച്ചത്. ഇത് കണക്ക് എൻ്റെ 25 പാക്കറ്റ് ഞാൻ ഇത് കണക്ക് കൃത്യമായി ചൂടുവെള്ളം ഒഴിച്ച് എല്ലാം ഇത് കണക്ക് മടക്കി വെച്ചിരുന്നു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേന് ഇതിൻ്റെ ചൂട് നോക്കിയപ്പോൾ ചൂടൊന്നും ഒട്ടുമില്ല. എല്ലാം പോയി നല്ല സെറ്റായിട്ടിരിക്കും. പക്ഷേ ഇത് നല്ല കട്ടിയായിട്ടാണ് അപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ആദ്യം ലൂസായിട്ട് സാധനം ഇത് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് നമുക്ക് പിറ്റേ നമ്മൾ ഇത് കട്ടിയായിട്ടിരിക്കും. പക്ഷേ ഇത് പ്രസ് ചെയ്ത് അപ്പോഴേ ഇത് പൊടിഞ്ഞ് നല്ല പൗഡർ രൂപത്തിലോട്ട് വരും. നല്ല വൃത്തിയായിട്ട് വേണം ഇത് നമുക്ക് ഞെക്കി പൊടിക്കാൻ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന കവർ PP കവറാണ്. അപ്പോൾ അതിൽ ചൂടുവെള്ളം ഒഴിച്ചാലൊന്നും കുഴപ്പമില്ല. അല്ലാത്ത സാധാ കവറിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതിന് വേണ്ടിയുള്ളൊരു കവറാണിത്. ചൂട് ഇതിൽ പ്രശ്നം വരില്ല. പിന്നീട് ഇതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ അമർത്തി അത് നല്ല ഉടച്ചു കൊടുക്കണം. ഇങ്ങനെ അമർത്തുമ്പോഴൊക്കെ നമ്മുടെ നഖമൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചിലപ്പോൾ കവറ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിനൊക്കെ നല്ല പ്രഷർ കൊടുത്തൊന്ന് ഞെക്കുമ്പോഴത്തേന് അത് നല്ല രീതിയിൽ പൊടിഞ്ഞ് വരും. എന്നിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും ഒതുക്കി നല്ല രീതിയിൽ ഇതിനൊക്കെ അമർത്തി പ്രസ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇപ്പോൾ കാണില്ല. അതൊക്കെ നല്ല രീതിയിൽ അതിൽ പിടിച്ചുകൊണ്ടിരിക്കും. കറക്റ്റ് എല്ലാ പെല്ലറ്റിനും ഓരോ അളവ് കാണും. അപ്പം ഇതിന് ഞാൻ പറഞ്ഞ കണക്ക് 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ വെള്ളമാണ്, തിളച്ച വെള്ളമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ നല്ല കിടിലമായിട്ട് ഇതിനൊക്കെ നല്ല പൗഡർ രൂപത്തിൽ അത് പൊടിഞ്ഞ് വരും. അടിയിൽ നിന്നും സൈഡിൽ നിന്നും എല്ലാം ഇതിനൊക്കെ പ്രസ് ചെയ്ത് ഒട്ടും കട്ടയില്ലാത്ത രൂപത്തിലോട്ട് അതിനെ മാറ്റിയെടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ കുലുക്കുമ്പോഴത്തേ അതെല്ലാം ഒരേ ലെവലിലോട്ട് ഇതിനൊക്കെ ഷേപ്പാവും. എന്നിട്ട് ഇതിലോട്ട് വേണം നമ്മൾ കൂണിൻ്റെ വിത്തിട്ട് കൊടുക്കാൻ. വിത്തിൻ്റെ പാക്കറ്റ് വരുന്നത് ഏകദേശം 300 ഗ്രാമാണ് ഒരു പാക്കറ്റ്. നമുക്ക് ഒരു പാക്കറ്റ് കൊണ്ട് 2 ഇതിനകത്തെ ബാഗ് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ സൈഡ് ഇതിനൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുകളിലോട്ടാണ് ഇതിൻ്റെ വിത്തിട്ട് കൊടുക്കുന്നത്. ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം. സാധാ നമ്മൾ കച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ചുമ്മാട് കെട്ടി സൈഡായിട്ട് ഇടുന്നത്. ഇത് ഒറ്റയടിക്ക് മണ്ടയിൽ ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ടേപ്പ് വെച്ച് അത് അടച്ചു കൊടുത്താൽ മതി.
ഈ ഒരു ടേപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഈ മുറിവിനൊക്കെ തുണിയൊക്കെ വെച്ച് കെട്ടുന്നതിന് ഉപയോഗിക്കുന്നൊരു ടേപ്പാണ്. അത് പേപ്പറിൻ്റെ ടേപ്പാണ്. അതിന് പ്രത്യേകത പറഞ്ഞാൽ ബ്രീത്ത് ചെയ്യും. അതായത് വായു അകത്തോട്ടും പുറത്തോട്ടും പോവും. അങ്ങനെയുള്ളൊരു ഇതാണ് വേണ്ടത്. അതില്ല എന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാലും മതി. ഇതാണ് ചിപ്പി കൂണ്. ഇതാണ് കൂണിൻ്റെ വിത്ത്. ചിപ്പി കൂണാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഐസിയിലൊക്കെ ഇതിനകത്ത് വളർന്നതിന് ഇതാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അത് നല്ല രീതിയിൽ നമ്മളത് ആദ്യം ഇതിൻ്റെ സ്റ്റാപ്ലറിനൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം അത് നല്ല രീതിയിൽ അത് ഒന്ന് പ്രസ് ചെയ്ത് പൊടിച്ചെടുക്കും. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ നല്ല വൃത്തിയുള്ള വിത്താണോ എന്ന് ആദ്യം നിങ്ങളൊന്ന് നോക്കണം. പച്ചയോ അല്ലെങ്കിൽ കറുപ്പോ എന്തെങ്കിലും കളർ അധികം ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അങ്ങനെയുള്ള വിത്തുകൾ ഒരു കാരണവശാലും കൂൺ ഉൽപ്പാദനം എടുക്കരുത്. ഇതൊക്കെ നല്ല വെള്ള കളർ ഇരിക്കുന്ന വിത്ത് മാത്രമേ കൂൺ കൃഷിയെ എടുക്കാവൂ. അത് നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോഴത്തേ അത് പൊടിയും. ഇത് നെല്ലിൽ ചെയ്തേക്കുന്നതാണ്. സാധാ ചോളത്തിൽ ചെയ്തതുകൊണ്ട്, ചോളത്തിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല തരിയായിട്ട് അത് ഇച്ചിരി എളുപ്പമാണ്. മാത്രമല്ല അതിൻ്റെ വളർച്ച ഇച്ചിരി കൂടുതലാണ്. നെല്ലിലാകുമ്പോൾ ശകലം ഒരു വളർച്ച കുറവാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് രണ്ടും കൃഷി ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് ഓരോ നെൽമണിയായിട്ട് മാറിക്കിട്ടും. എന്നിട്ട് ഈ 150 ഗ്രാം വെച്ച് ഓരോ കവറിലും ഇട്ട് കൊടുക്കുക. ആദ്യം വശങ്ങളിലോട്ട് തോനെയും ചേർത്ത വിധത്തിൽ വേണം ഇടാൻ. അപ്പോൾ നമുക്കത് താഴോട്ട് ആക്കാൻ പറ്റും. ആദ്യം ഇത് കണക്ക് രണ്ടിലും തുല്യമായി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിൻ്റെ വശങ്ങളിൽ ഫുള്ളായിട്ട് ഇത് ആക്കിയെടുക്കണം താഴെ വരെ. അത് വളരെ എളുപ്പമാണ്. ഇത് കണക്കൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ താഴോട്ട് വരും. അങ്ങനെ ഇതിൻ്റെ വശങ്ങളിൽ ഫുള്ളും ആക്കുക. എന്നിട്ട് അല്പം അതിൻ്റെ മുകൾ വശത്തായിട്ടും വേണം. അത് ഞാൻ പറഞ്ഞത് ഇത് നല്ല സിമ്പിളാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുമ്പോൾ തന്നെ ആ അരിമണിയിൽ താഴോട്ട് തന്നെ അങ്ങ് വീണോളും. പിന്നെ ഇത് കണക്ക് ആ പാടാണ് കിടക്കുന്ന സാധനം വേണമെങ്കിൽ നമുക്കത് ഇന്ന് പറക്കി മാറ്റാവുന്നതാണ്. ഒരുപാടുണ്ടെങ്കിൽ അത് പറക്കി മാറ്റാം. ഇത് കണക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഫാനോ ഒന്നും ഇടാൻ പാടില്ല. പൊടി പഠനങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇതിലോട്ടൊന്നും വീഴാൻ പാടില്ല. വിത്തിടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കണം, നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ ഈ വിത്തിൻ്റെ കവർ പൊട്ടിക്കാവൂ. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ അകത്തോട്ട് ഇടുന്നതുകൊണ്ട് നമ്മുടെ കൈയൊന്നും ഇതിൽ പറ്റുന്നില്ല. നേരെ കവറിൽ നിന്ന് പൊട്ടിച്ച് നേരെയാണ് ഇടുന്നത്. അങ്ങനെ കൈ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൈയൊക്കെ നല്ല വൃത്തിയായി കഴുകി ഡെറ്റോളിലൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം ഇതിലൊക്കെ തൊടാൻ ചെയ്യാവൂ. അല്ലെങ്കിൽ ഇതിന് വേറെ ഫംഗലൊക്കെ അടിച്ച് നമ്മുടെ കൂൺ ബെഡ് തന്നെ പന്നലായി പോവും. എപ്പോഴും നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വേണം കൂണിൻ്റെ കൃഷി ചെയ്യാൻ. വൃത്തിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേനും ഇത് നശിച്ചു പോകാൻ നല്ല ചാൻസാണ്. എന്നിട്ട് ഇത് കണക്ക് വശങ്ങളിൽ നല്ല രീതിയിൽ ആക്കിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ടേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഏകദേശം ഒരെണ്ണത്തിന് 50 രൂപയോളം വരും. നമുക്ക് അതുകൊണ്ടൊരു 25 എണ്ണം വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇതില്ല എന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ചുറ്റിയാലും മതി. ഇത് ഉപയോഗിക്കാനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഈർപ്പം ഇങ്ങനെ നിലനിൽക്കും. നല്ല രീതിയിൽ ഓക്സിജൻ കയറുകയും ചെയ്യും. മൈസീലിയം വളരണമെങ്കിൽ അതിൻ്റെ കൂണിൻ്റെ വിത്തുകൾ വളരണമെങ്കിൽ നല്ല രീതിയിൽ ഓക്സിജൻ വേണം. അപ്പോൾ ഇത് ഇടുന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓക്സിജൻ കയറും. അതിന് തന്നെ ഒരു ഹ്യൂമിഡിറ്റി അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ നിലനിൽക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ സാധാ രീതി ചെയ്യുമ്പോഴത്തേനും ഈ കവറിൽ നമ്മൾ ഹോളുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ കൂടെ ശത്രുകീടങ്ങളും മറ്റും കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബെഡ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോഴത്തേനും അങ്ങനെ യാതൊരു പ്രശ്നമില്ല. നല്ല രീതിയിൽ എയർ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറത്തുള്ളൂ. വേറെ ഒരു പ്രാണിയേക്കും ഈ ടൈമിൽ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നല്ല രീതിയിൽ വെച്ച് ഒരു ഇതിൽ നേരെ പിടിച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ 2 വക്ക് ഇതിനൊക്കെ ഒട്ടിയിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഞെക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ എയർ വെള്ളോട്ട് പോകുന്ന കാണാൻ പറ്റും. ഇത് പിറ്റേന്നൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വീർത്ത് ഇതിൻ്റെ കവറിൽ മൊത്തം ജലകണികകൾ ഇങ്ങനെ തുള്ളിയായിട്ടിരിക്കും. അത് പ്രശ്നമൊന്നുമില്ല. അല്ല അത് ഒരുപാട് ഉണ്ട്. നിങ്ങൾ ഇതിനൊക്കെ നിറച്ച് വെച്ച് മഞ്ഞ കളർ വരുന്ന സൈഡൊന്ന് കട്ട് ചെയ്യുന്ന വെള്ളം ഒന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനൊക്കെ ടേപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നല്ല ഇരുട്ടുള്ള റൂമിലോട്ട് വെക്കണം. അതൊരു 15 ദിവസമാണ് ഇത് വെക്കേണ്ടത്. ഈ കാലയളവിൽ നമ്മളിതിന് വെള്ളമോ അങ്ങനെ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനാവശ്യത്തിനുള്ള വെള്ളമെല്ലാം നമ്മുടെ അതിലുണ്ട്. കൃത്യം 15 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് ഇത് എനിക്ക് മൈസീൽ അത് ഫുള്ളായിട്ട് വളരും. ഇത് 15 ദിവസം ആയിട്ടില്ല, 8 ദിവസമൊക്കെ ആയിരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ മൈസീൽ വളർന്നു വരുന്നുണ്ട്. 15 ദിവസം ആകുമ്പോൾ ഇത് ഫുള്ള് മൈസീൽ നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ടൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് വെക്കുന്നതെങ്കിൽ ഇതിന് യാതൊരു കേടോ മറ്റോ ഒന്നും വരത്തില്ല. ഈ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനെ എടുത്ത് ഇതിൻ്റെ മുകളിലത്തെ വശത്ത് റബ്ബർ ബാൻഡ് വെച്ച് കെട്ടണം. അല്ലെങ്കിൽ ഇത് കൂട്ടിപ്പിടിച്ച് മടക്കി കെട്ടി വെച്ചാലും മതി. എന്നാലും ഇത് കണക്ക് മണ്ടഭാഗം കട്ട് ചെയ്തതിന് ശേഷം നല്ല വൃത്തിയുള്ള റബ്ബർ ബാൻഡ് വെച്ച് സാധാ നമ്മൾ ഈ കച്ചിയിൽ ഇതൊക്കെ വെച്ച് കെട്ടുന്ന കണക്ക് ചുറ്റി നല്ല രീതിയിൽ ടൈറ്റാക്കി കെട്ടി വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മുകളുടെ ഭാഗം അധികം നിൽക്കുന്ന ഭാഗം കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇത് കണക്ക് നല്ല രീതിയിൽ വൃത്തിയായി അത് ടൈറ്റ് ചെയ്ത് നല്ല ഡെറ്റോളിൽ മുക്കിയോ അല്ലെങ്കിൽ നല്ല അണുനശീലം വരുത്തിയ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക. എന്നിട്ട് നല്ല വൃത്തിയുള്ള പുതിയ ബ്ലേഡ് വെച്ച് ഇതിന് ഏകദേശം ഒരു 5
മുറിവുകൾ എൻ്റെ അതിൽ സൈഡിലായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഏകദേശം 1 സെൻറ്റിമീറ്റർ നീളത്തിൽ അങ്ങിങ്ങായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. അതും നല്ല വൃത്തിയുള്ള ബ്ലേഡ് തന്നെ ഉപയോഗിക്കണം. ഞാനത് പ്രത്യേകം പറയാൻ കാര്യം എപ്പോഴെങ്കിലും നമ്മൾ ഈ അണുക്കളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് ടച്ച് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒന്നാണ് ഈ കൂണിൻ്റെ മൈസീലിയം എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് നല്ല വൃത്തിയുള്ള അന്തരീക്ഷം മാത്രമേ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇതിൽ ഞാൻ പറഞ്ഞ കണക്ക് ബ്ലേഡ് ഉപയോഗിച്ചൊന്ന് വരഞ്ഞ ശേഷം പിന്നീട് നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഇതിൽ നല്ലൊരു സ്പ്രെയർ ഉപയോഗിച്ച് വെള്ളം ഒരു 2 നേരം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ല ചൂടുണ്ടെങ്കിൽ 3 നേരം സ്പ്രേ ചെയ്ത് കൊടുക്കണം. മഴ സമയത്തൊക്കെ ആണെങ്കിൽ 2 നേരം മതി. അങ്ങനത്തെ ഒരു പിന്നീട് നമ്മൾ ഇതിനൊക്കെ പോറലുണ്ടാക്കി ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് മുളങ്ങൾ പൊട്ടി വരും. അപ്പോൾ അതിനൊരു വീഡിയോ ഞാൻ പിന്നീട് എന്തായാലും ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒരുപാട് ലെന്തായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഇതിനൊക്കെ പെല്ലറ്റ് ഉപയോഗിച്ചുള്ള കൃഷി മനസ്സിലായെന്ന് കരുതുന്നു. ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ് പെല്ലറ്റ് ഉപയോഗിച്ചുള്ള കൂൺ കൃഷി എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ എന്തായാലും പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.